വെൽക്കം ടു റീനാസ് ഗാർഡൻ. ഇന്നിവിടെ പറയാൻ പോകുന്നത് ഞാൻ കുറച്ച് പോട്ടുകൾ ഉണ്ടാക്കിയതിനെ കുറിച്ചും ഞാൻ 2 പില്ലർ പോലെ മരം കൊണ്ടുണ്ടാക്കിയ പില്ലറുകളുടെ ഡീറ്റെയിലാണ് ഞാൻ പറയുന്നത്. ഈ നമ്മുടെ ഉപയോഗശൂന്യമായ ടർക്കി നമ്മൾ യൂസ് ചെയ്തതിന് ശേഷം അത് നമുക്ക് ഉപയോഗമില്ല, നമ്മൾ മോപ്പ് ചെയ്യാനൊക്കെ എടുക്കും. പക്ഷേ ഇത് നമുക്കൊരു ഉപയോഗമുള്ള സാധനം ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇതിൽ സിമൻറ്റും ചെറുതായി അരിച്ചെടുത്ത മണലും കൂടി മിക്സ് ചെയ്ത് ആ ടർക്കി ആ സിമൻറ്റിൽ മുക്കിയതിന് ശേഷം ഒരു പോട്ടിൽ കമഴ്ത്തിയിട്ട് ആ പോട്ട് കമഴ്ത്തി വെച്ച് അതുമേ ടർക്കി ഇടുന്നതാണ് ഈ ഷേപ്പ് കിട്ടുന്നത്. ഈ ഷേപ്പിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അത് 2 ദിവസം ഉണങ്ങാൻ വയ്ക്കും. ഈ ഉണക്കാൻ വെച്ചതിന് ശേഷം അതിൽ സിമൻറ്റ് ഗ്രൗട്ട് കലക്കി അത് ബ്രഷ് ചെയ്യും. ആ ബ്രഷ് ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടുന്ന ആ ഷേപ്പാണ് ഇത്. ഇങ്ങനെ നമുക്ക് ചെടിച്ചട്ടി ഉണ്ടാക്കിയാൽ നമുക്ക് നമ്മുടെ പോട്ടുകൾ നമ്മുടെ ചെടികൾ ഈ പോട്ടിൽ ഇറക്കി വയ്ക്കുകയോ അതുപോലെ തന്നെ വേറൊരു പോട്ടിൽ ചെടി വെച്ചതിന് ശേഷം ഇതിലേക്ക് ഇറക്കി വയ്ക്കുകയോ അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് ചെടി വയ്ക്കുകയോ ചെയ്യാം. ഇങ്ങനെ വയ്ക്കുമ്പോൾ നമുക്ക് ഹൈറ്റുള്ള ചട്ടികളായതുകൊണ്ട് പോട്ടുകളായതുകൊണ്ട് ഇതിലേക്ക് ഹൈറ്റുള്ള ചെടികളാണ് വെക്കുന്നത്, ഭംഗി വരിക. അപ്പോൾ ഇങ്ങനെ കൂടുതൽ ഈ കളറ് 2 ഡബിൾ കളറ് കൊടുത്തിരിക്കുന്നത് സ്പ്രേ പെയിൻ്റാണ്. വൈറ്റും റെഡുമാണ് ഞാൻ കുറച്ച് കൊടുത്തിരിക്കുന്നത് 2-3 ചട്ടികൾക്ക്. പിന്നെ കൊടുത്തിരിക്കുന്നത് വീട്ടിൽ ബാക്കി വന്നിരിക്കുന്ന പെയിൻറ്റ് അടിച്ചിരിക്കുകയാണ്. ഇതാണ് ആദ്യത്തെ എൻ്റെ ഒരു പരീക്ഷണമായിട്ട് ഞാൻ ചെയ്തിരിക്കുന്ന പോട്ടുകൾ. പിന്നെ 2 പില്ലറുകളാണ് ഞാനിവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഈ പില്ലറുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നിന്ന് വെട്ടിക്കളഞ്ഞ ഒരു കടപ്പിലാവിൻ്റെ മുകളിലെ ബാർക്ക് തോല് എടുത്ത് കളഞ്ഞതിന് ശേഷം അതിൻ്റെ ഉൾഭാഗത്തുള്ള കാതലിൻ്റെ മരമാണത്. ആ മരത്തിൽ പെയിൻ്റ് അടിച്ച് ഡിസൈൻ ചെയ്യിപ്പിച്ചതാണ്. ഈ ഡിസൈൻ ഞങ്ങൾക്ക് അടുത്തുള്ള ഒരാൾ പോളിഷിൻ്റെ ആൾ ചെയ്തു തന്നു. ബാക്കി ഉള്ളിലുള്ള കളറൊക്കെ പെയിൻറ്റിങ്ങൊക്കെ പോളിഷും പെയിൻറ്റും ഞാൻ തന്നെ അടിച്ചു. ഇത് നമുക്ക് ചെടികളൊക്കെ വയ്ക്കാൻ ഒരു ഭംഗി, തോട്ടത്തിനോ അല്ലെങ്കിൽ നമ്മുടെ സിറ്റൗട്ടിനോ ഒരു അഴക് ഉണ്ടാക്കാനുള്ള ഒരു സംവിധാനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്കും അതുപോലെ ചെയ്യാം. താങ്ക് യു.